ക്രിസ്മസ് കഴിഞ്ഞു അങ്ങനെ കുറേ ഇതുപോലത്തെ ബോക്സസ് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ കേക്കിന്റെ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും കിട്ടാതിരിക്കില്ല. അപ്പോൾ അതേപോലെ കേക്കിന്റെ ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ചെയ്തെടുക്കാം കേട്ടോ. എന്താന്ന് വഴിയെ മുറിച്ച് വരുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനും മറത്തിരുന്ന കാറ്റും കൊണ്ടിട്ട് ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ അവിടെ രണ്ട് പാത്രത്തിന്റെ മൂടി വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഗംഭീര കളി നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ അവരുടെ ഇര എന്ന് പറയുന്നത് ഈ ഒരു പാത്രത്തിന്റെ അടപ്പാണ്. അപ്പോൾ നമ്മളിതാ പറഞ്ഞ ഷേപ്പിലേക്ക് ഒരു ഹാർഡ് ഷേപ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നമ്മൾ ആവശ്യമുള്ള രീതിയിലേക്ക് ഒന്ന് മാറ്റിയെടുക്കണം. അതിനായിട്ട് ഇതാ ഈ ഒരു കവർ നമുക്ക് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ വേറെ കുറച്ചും കൂടി നീളമുള്ള കവറാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പണി കഴിയും. അതുപോലെ ഇതിന്റെ സൈഡിൽ കുറച്ച് ഒന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു സ്ട്രിപ്പായിട്ട് നമ്മളിതാ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ഹാർട്ട് ഷേപ്പ് ഇതാ ഇതുപോലെ ഒരു 3D ഷേപ്പിൽ ഒരു ഹാർട്ട് ഷേപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിറന്നാളിനോ അല്ലെങ്കിൽ കുട്ടികളുടെ 28-നൊക്കെയാണ് നമ്മൾ ഇതുപോലെ കണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെ ഞാൻ പിറന്നാളിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അടിയിൽ മാത്രം കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. അവിടെ ഇതുപോലെ ചെറിയ കാർഡ്ബോർഡ് കഷ്ണം വെച്ചിട്ടൊന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് കവർ ചെയ്ത് കൊടുക്കുന്നത്. അതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മഞ്ചാടിക്കൂരി നടക്കുന്നത് താഴത്തേക്ക് ഇങ്ങനെ പോകുന്ന രീതിയിലാണ് കേട്ടോ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. വൈകുന്നേരമാണ് സമയം. ഇപ്പം കടയിൽ പോയി വരാമെന്ന് പറഞ്ഞിട്ട് ഇതാ പോയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ ഇതാ പിന്നാലെ ഓടുന്നുണ്ട് കേട്ടോ. അവർക്ക് ആവശ്യമുള്ള ചാർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇതാ പിറന്നാൾ വിഷസ് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർ എഴുതുന്ന പോലെയാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. അമ്മച്ച എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതായി പോളിത്തീൻ ഷീറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മഞ്ചാടിക്കൂരി നിറച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി പിറന്നാളിൻ്റെ അന്ന് കേക്ക് മുറിക്കുമ്പോൾ ഇത് നമ്മൾ ബാക്കിൽ സെറ്റ് ചെയ്തിട്ട് ആ അടിയിലത്തെ സ്ട്രിപ്പ് വലിച്ച് കഴിഞ്ഞാൽ മഞ്ചാടിക്കൂരിയൊക്കെ താഴെ വീഴും. ആ വിഷസ് കാണുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കും.